ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അഗ്നി ഇറങ്ങുന്നതായിട്ട് കാണുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളിൽ നന്ദി പറഞ്ഞു. എനിക്ക് വേണമെന്ന് പറ, എനിക്ക് നീ വേണമെന്ന് പറ. എണീറ്റത് നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ ശിശുക്കളെ പരിപൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് ആരാണ് എന്താണെന്ന് അറിയുവാൻ ആ പരിശുദ്ധാത്മാവിനോട് ഒത്തുള്ള ഒരു ജീവിതം. എനിക്ക് ഈശോയെ കാണണം, അത് മാത്രമായിരിക്കണം. എനിക്ക് ഈശോയുടെ കൂടുതൽ വസിക്കണം, അത് മാത്രമായിരിക്കണം എൻ്റെ ആഗ്രഹം. ഇതിൽ കുറഞ്ഞത്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഒരു കാര്യം മാത്രം ഞാൻ അന്വേഷിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാൻ കൃപ തരണം. പരിശുദ്ധാത്മാവേ, നയിക്കണേ ക്രൂശിൻ പാതയിൽ യേശുവിൽ ചേർന്നിടുവാൻ. യേശുനാഥാ
സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഈ റൂമിലേക്ക് ക്ഷണിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതിയ ഒരു ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യിക്കാൻ പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയെ എന്നോടൊപ്പം വിശ്വസിച്ചുകൊണ്ട് പുതിയ ഒരു ശക്തി, നിങ്ങളെ പുതുക്കുന്ന ഒരു ശക്തി, നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുന്ന ഒരു ശക്തി. ആദ്യ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേളിൽ വസിച്ചത്, അവൻ ശിശുമാരോടത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളില് ഈ ദിവസങ്ങളിൽ ആത്മാവ് നമ്മളുടെ പുതിയ ഒരു ശക്തി, പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പണ്ടത്തെ കാലത്ത് കല്ലിൽ നിന്ന് തീ ഉണ്ടാക്കുന്നത് എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 കല്ലുകള് കൂട്ടി ഒരയണം. അപ്പൊ അതിൽ നിന്ന് വരുന്ന തീപ്പൊരികളിൽ നിന്നാണ് തീ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ആത്മാവും കൂടെ ഒന്നിച്ച് ഒരയാൻ പോവുകയാണ്. അതിൽ നിന്നും പുറപ്പെടുന്ന തീപ്പൊരികൾ നമ്മളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്ന് കത്തിക്കും. ഈ കത്തുതലിലൂടെ നിങ്ങളുടെ പുതിയ സൃഷ്ടിയാണ്. ഇറ്റ് ഈസ് എ റിന്യൂവിംഗ് ഫയർ, കൺസ്യൂമിംഗ് ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ കത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ശക്തി പകരണമേ. കരങ്ങളടിച്ചുകൊണ്ട്
ഹല്ലേലൂയ, ഹല്ലേലൂയ. അണയാത്ത ജ്വാലയായി കർത്താവ് നിന്നെ മാറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും കെടുത്താൻ കഴിയത്തില്ലാത്തൊരു തീ നിന്റെ മേലിൽ ആവശിച്ച് കഴിയുമ്പോൾ ആർക്കും തടയാൻ കഴിയും. ഹല്ലേലൂയ. It is the fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തീയാണ് നിന്റെ ഉള്ളിലുള്ളത്. ആർക്ക് എതിരെ നിൽക്കാൻ കഴിയും? ഹല്ലേലൂയ. അത് എതിരെ വരുന്ന എന്തിനേയും ദഹിപ്പിച്ചു കളയും. അത് എതിരെ വരുന്ന എന്തിനേയും ദഹിപ്പിച്ചു കളയും. എതിരെ വരുന്ന എന്തിനേയും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യാ 43-ാം അധ്യായം 1-2 വാക്യത്തിൽ കർത്താവ് നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികളിൽ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനമാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്നു മുതൽ പ്രശ്നങ്ങളെ ഈ വിശ്വാസത്തിൽ, ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. ഈ ഒരു ബോധ്യത്തിൽ, ഈ ഒരു വിശ്വാസത്തിൽ, ആത്മാവിൽ നിങ്ങൾ അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആദ്യമേ ആത്മാവിൽ നിന്ന് ഉൾക്കൊള്ളണം. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ യഹോവ എന്റെ കൂടെയുണ്ട്. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എന്നെ കൈവിടുകയില്ലല്ലോ. ഇത്രത്തോളം യഹോവ സഹായിച്ചില്ലേ? ഇത്രത്തോളം കർത്താവ് നടത്തിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, കർത്താവ് അല്ലാതെ, കർത്താവിന്റെ സഹായം അല്ലാതെ ഞാൻ ഇവിടം വരെ എത്തിയിട്ടില്ല, കർത്താവിന്റെ സഹായം അല്ലാതെ ഞാൻ ഇവിടം വരെ എത്തിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കൃപയാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവ കൃപയാലാണ്. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് ദൈവ കൃപയാലാണ്. ഭയപ്പെടേണ്ട. സമുദ്രത്തിലൂടെ കർത്താവ് നിന്നെ നയിക്കും. വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ. വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. കാരണം ദൈവമാണ് നിന്റെ കൂടെയുള്ളത്. ഭയപ്പെടേണ്ട. ചേർന്ന് വണങ്ങി കരകളടിച്ചുകൊണ്ട്
നിന്ന് പാടാൻ പറ്റുമോ? ഞാൻ ബലഹീനനാകാത്തതും ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും വലിയവനാക്കിയതും പേരു ചൊല്ലി വിളിച്ചതും വലിയവനാക്കിയതും കൃപയേ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ നീ ദൈവത്തിന്റെ കൃപയിൽ ഒന്ന് ആശ്രയിച്ചോളൂ. നീ തോൽക്കുന്നിടത്തെല്ലാം നീ ജയം തന്നെ കാണും. നീ തോൽക്കുന്നിടത്തെല്ലാം നീ ജയം തന്നെ കാണും. അത് നിന്റെ ശക്തിയാലല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാലത്രേ. നിന്നെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കൃപ, നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കൃപ, നിന്നെ നയിക്കാൻ പോകുന്ന ദൈവത്തിന്റെ കൃപയുണ്ട്. ആശ്രയിക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹൃദയത്തെ ആരാധനയ്ക്കായിട്ട് ഒരുക്കുകയും ആദ്യനും അന്തിനും യേശുവല്ലേ, ആൽഫയും ഒമേഗയുമായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഓ, അവൻ യഹൂദ ഗോത്ര സിംഹമാണല്ലോ. He is the Lion of Judah. Oh, he is the Lion and the Lamb. Every worship and every honor belongs to Jesus. എല്ലാ ആരാധനയും സ്തുതിയും കർത്താവിന് മാത്രം. ഹൃദയത്തെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഓ, സകല ആരാധനയും സകല മഹത്വവും സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ, അങ്ങേക്ക് ഞാൻ എന്റെ ആരാധന സമർപ്പിക്കുന്നു. Lord, renew my strength. കർത്താവേ, എന്റെ ശക്തിയെ പുതുക്കണമേ. കണ്ണുകളൊന്ന് അടച്ച് ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവേ, എന്റെ ശക്തിയെ പുതുക്കണമേ. യേശുദേവാനിലേ കർത്താവിൻ കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാനിലേ കർത്താവിൻ കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. Hallelujah.
പരിശുദ്ധാത്മ പ്രചോദനം തന്നെ കേട്ടോ. 4 മേഖലയിലാണ് വിടുതൽ പ്രാർത്ഥന നടത്തുക: പാപത്തിന്റെ, രോഗത്തിന്റെ, ശാപത്തിന്റെ, പൈശാചിക പീഡനങ്ങൾ. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥന. 5:30 കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനകളായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ ഒരുക്കാണ്. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലായി. ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ ഉണ്ടോ എന്നതിന് തെളിവ് എന്താണ്? അതിന് തെളിവാണ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എനിക്ക് നിങ്ങൾക്ക് യേശുവിന്റെ കർത്താവാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ആരുണ്ടാകണം? നമുക്ക് പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവ് 1 Corinthians 12:3 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ അടയാളമാണ്. നമുക്ക് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് യേശു ശപിക്കപ്പെട്ടതാണെന്ന് പറയാൻ സാധ്യമല്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് കേട്ടോ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ദാനങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറെ കൂടി ഉയർന്ന ആത്മീയ ചിന്തയാണ്. ഈ ഇപ്പൊ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവുണ്ട്. എന്താ ഇതിന്റെ തെളിവ്? എനിക്ക് യേശുവിന്റെ കർത്താവാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. യേശു ശപിക്കപ്പെട്ടാണെന്ന് പറയാൻ നമുക്ക് ഇത് രണ്ടുണ്ടെങ്കിൽ നമ്മൾ ആരുണ്ട് എന്ന് ആര് പഠിപ്പിക്കുന്നു? പരിശുദ്ധ എവിടെയാ? 1 Corinthians 12:3 വേണമെങ്കിൽ ഒന്ന് വായിച്ചു. ആദ്യത്തെ പേജിലായിരിക്കും അതുണ്ടാവുക. നമ്മളെല്ലാവരും വളരെ ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തോടെ എന്നിൽ പരിശുദ്ധാത്മ വിശ്വസിക്കുക. ഞാൻ ചോദിച്ചാലും ചിലപ്പോൾ നോൺ കാത്തലിക് ആയ ചിലപ്പോൾ എൻ്റെ പുസ്തകം നിങ്ങൾക്ക് പരിശുദ്ധാത്മയുടെ അഭിഷേകം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അവർ മുഖത്തേക്ക് പറയണം എന്നിൽ പരിശുദ്ധാത്മകൊണ്ട്. തെളിവ് എന്താന്ന് ചോദിച്ചാൽ എങ്കിലേ എനിക്ക് യേശുവിനെ കർത്താവായി ഏറ്റു പറയാൻ പറ്റുള്ളൂ. യേശു പൊട്ടയാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്നിൽ എന്തുണ്ട് എന്ന് ആര് പഠിപ്പിച്ചിരിക്കുന്നു? പരിശുദ്ധാത്മ പഠിച്ചു. ഞാനല്ല. ആര് പഠിപ്പിച്ചിരിക്കണേ? അതിനേക്കാൾ അധികാരി വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച്, വരങ്ങളെയും ദാനങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് ഫലങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് വളരെ അമൂല്യമായ ഒരു ചിന്തയാണ് കേട്ടോ. അതായത് വരമുള്ളതുകൊണ്ടും ദാനങ്ങളുള്ളതുകൊണ്ടും നമ്മൾ ആരും സ്വർഗത്തിൽ പോവില്ല. നമ്മൾ ആരും സ്വർഗത്തിൽ, അതെല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫലം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? നരകത്തിൽ പോകും. ഫലം ഇല്ലെങ്കിൽ എവിടെ പോകും? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഫലത്തെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കോൺഷ്യസ് ആകേണ്ടത്, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെട്ടത് ഫലങ്ങളുണ്ടോന്നാണ്. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ടായാൽ മതി, പേടിക്കൊന്നും വേണ്ട. അതിനെ കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ ഫലം ഉണ്ടോ? ആദ്യം തന്നെ ഫലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഗലാത്യരുടെ ലേഖനം നമ്മൾ 2ാമത്തെ പേജിന്റെ അവസാന ഭാഗത്തെത്തി. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം എല്ലാവരും ഉറക്കെ വായിച്ച എല്ലാവരും. എതിരായി ഒരു നൈമൻ. അവിടെ വളരെ വലിയൊരു കമ്പനീഷനില്ല. വാക്കിന്റെ ഡെപ്ത് കുറച്ച് ഗൗരവമാണ്. അതായത് അതിന്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 9 ഫലം നമ്മൾ ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ഹോളി സ്പിരിറ്റ്, നാം അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ്. ആത്മീയമായി പെർഫെക്റ്റ് ആയി ഞാൻ പറയണ കേട്ടോ എന്നാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമമില്ല. അടുത്ത വാക്യം കൂടി വായിച്ചതിന്റെ താഴേക്കുള്ള വാക്യം: ക്രിസ്തുവിനുള്ളവർ വന്നല്ലേ. അപ്പൊ നമ്മുടെ നിസ്സെൽഫ് ഇവാലുവേഷൻ ആണ്. ഈ 9 ഫലം നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഈശോ വളരെ ഗൗരവമായിട്ട് പറഞ്ഞത്. ശരിക്കും നമ്മളില് ദൈവാത്മാവിന്റെ നയിക്കപ്പെടുന്ന അവസ്ഥ, നിറവ്. ഉദാഹരണത്തിന് ഇപ്പൊ ഈ കുപ്പിയില് ഒരു 4 തുള്ളി വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്. എനിക്ക് ദാഹിച്ച കുടിക്കാൻ ഉണ്ടോ? കുടിക്കാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിറവുണ്ടാകണം. പറഞ്ഞെല്ലാവരും എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മ നമ്മളിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? നിറവുണ്ടായിരിക്കും. പരിശുദ്ധാത്മ ഉണ്ട് എന്നത് സ്പഷ്ടം വ്യക്തമായി. ഇനി നമ്മൾ അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക്, അത് യഥാർത്ഥ തലത്തിലേക്കാണ് നിറവുണ്ടോ എന്നാണ് ചിന്തിക്കാവുന്നത്. അത് നിറവ് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ഗുരു പറയുന്നത് ഒരു സാധാരണ ഉപമയിലൂടെയാണ്. അത് ലൂക്കാ 6:43 ഗുരു പറയാണ്: ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ, അവർക്ക് പറഞ്ഞ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ ലിഫിലേറ്റുണ്ട്, അവർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഓക്കെ, വായിച്ചെല്ലാവരും അത് വായിച്ചോ. ഡിസ്പ്ലേ വായിച്ചോ. അപ്പൊ നമ്മള് വര ഉള്ളതുകൊണ്ട് നമ്മള് ദൈവാത്മാവിനെ നയിക്കുന്നു മുഴുവൻ പറയാൻ പറ്റില്ല. ഫലത്തിൽ നിന്ന് വെച്ചെന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ പ്രബോധനം എന്റെ അല്ല. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. നല്ല വൃക്ഷം ചീത്ത ഫലം, ചീത്ത വൃക്ഷം നല്ല ഫലവും. അപ്പൊ ഫലം പുറപ്പെടുകയാണ് ഏറ്റവും അത്യന്ത ഗൗരവമായിട്ട് ഈശോ കാണുന്നത്. അതുകൊണ്ടാണ് സ്നാപകനാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യോർദാന്റെ ഇരുകര പ്രകമനം വിറച്ചു. എന്താ പറഞ്ഞത്? ലൂക്കാ 3:9: ഇതാ
വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ആണലി സന്തതി ആസന്നമായി ദൈവപ്രവാദാക്കം ഓടിയകലുവിൻ. ഫലം പുറപ്പെടുവിക്കാതെ വൃക്ഷത്തെ വെട്ടി വായിച്ചോ, അവർക്ക് വായിച്ചോ. അപ്പൊ നമ്മള് ഈ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ പറയണ ഞാനായാലും കേൾക്കണം നിങ്ങളായാലും വെട്ടി എവിടേക്ക് എറിയപ്പെടും. വരങ്ങളുള്ളതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകണമെന്നില്ല. സോറി, വരങ്ങളില്ലാത്തതുകൊണ്ടായിരുന്നു നരകത്തിൽ പോകണമെന്നില്ല. ബൈബിളില് കുറെ സുവിശേഷകര് പിന്നെ പോലുള്ള കുറെ നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പോലുള്ള കുറെ സുവിശേഷകർ യേശുവിന്റെ അടുത്ത് ഞാൻ തണുത്തിന് ആയുധ സമയത്ത് അവിടെ നിന്നിട്ട് കർത്താവിനോട് കുറച്ച് വർത്താനം പറയുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ഒരുപാട് നിരവധിയായ അത്ഭുതങ്ങൾ ചെയ്തു. ഉടനെ ഈശോ അവരോട് പറയാണ്, ഞാൻ നിങ്ങൾ ഒരിക്കലും, കാരണം എന്താ, അവർക്ക് എന്തുണ്ടായില്ല? ഫലം ഉണ്ടായില്ല. ഇതെവിടെ എഴുതി വെച്ചിരിക്കണേ? മത്തായി 7:21 വാക്യം. 7:21 വായിച്ചേ. മത്തായി 7:21, 22 വാക്യം വായിച്ചോ. ഒരുപാട് നമ്മുടെ കാഴ്ചപ്പാടില് ഭൂമിയിൽ വളരെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, ആത്മീയ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ പോലെയുള്ളവരെ അവിടെ ചെന്നപ്പെടുന്ന താഴെപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. എന്നാ വായിച്ച എല്ലാവരും വായിച്ചേ. അടുത്ത വാക്യം 22. അന്ന് പലരും അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? വന്നില്ല. ഞാൻ ഒരിക്കലും, കാരണം ഈ പറഞ്ഞതൊക്കെ എന്താണ്? വരങ്ങളാണ്. അതൊക്കെ എന്താണ്? അവർക്ക് എന്തുണ്ടായില്ല? ഫലമില്ലെങ്കിൽ വെട്ടി ഗുരു പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ വിലയിരുത്താൻ വേണം. ഫലം ഉണ്ടോ? ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഇങ്ങോട്ടുണ്ടായാൽ മതി, കഴിഞ്ഞ നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഇനി നമ്മള് ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാവുന്ന ആത്മാവിന്റെ എത്ര ഫലം നമ്മൾ കണ്ടത്? 9 ഫലം. ഏതൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത. ഇവയ്ക്കെതിരായി ഈ ഫലങ്ങളുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ വെരി ഗുഡ്. ആദ്യമായിട്ട് നമ്മളുടെ സ്നേഹമുണ്ടോ? ആദ്യമായിട്ട് ഏത് സ്നേഹം നമ്മളുണ്ടാണ്? ലോകത്തിൽ കുറെ സ്നേഹങ്ങളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, അപ്പന് മക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, നമുക്ക് പണത്തോടുള്ള സ്നേഹം, കാമന്മാരുടെ കുറെ സ്നേഹമുണ്ട്. ഇതിലേത് സ്നേഹം നമ്മളുണ്ടാകേണ്ടത്? ഈ പറഞ്ഞ സ്നേഹം എന്നല്ല. ഏത് സ്നേഹമാണ്? എല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറയണം. ഏതാണ്? ദൈവസ്നേഹം ദൈവത്തിനുണ്ടായ പോലെ നമ്മളുടെ ആവശ്യം എന്താ? ദൈവത്തിനുണ്ടായ പോലെ ദൈവസ്നേഹം എന്തിനാ നമ്മളുണ്ടാകണ്ടേ? പറ, മറുപടി പറ. 2 പേരൊക്കെ പറഞ്ഞു 100 മാർക്ക്. നാം ദൈവത്തിന്റെ, നാം ദൈവത്തിന്റെ അപ്പന്റെ സ്വഭാവം ആർക്കുണ്ടാകണം? അപ്പൊ നമ്മൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ സ്നേഹമല്ല, ദൈവസ്നേഹമാണ്. അപ്പൊ അടുത്ത ചിന്ത വരാണ്, എന്താണ് ദൈവസ്നേഹം? ദൈവസ്നേഹം മറ്റൊന്നല്ല, 4 ക്വാളിറ്റി ഉള്ള സ്നേഹമാണ്. ആരുടെ സ്നേഹം? നമ്മുടെ അപ്പന്റെ സ്നേഹം. ആ 4 ക്വാളിറ്റി ഉള്ള സ്നേഹമാണ് ആരുണ്ടാകേണ്ടത്? അതെന്താ നോക്കാം. നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന് ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അതിരുകളില്ലാത്ത സ്നേഹം. പറഞ്ഞ എല്ലാവരും അൺകണ്ടീഷണബിൾ ലവ്. അതിരുകളോ നിബന്ധനകളോ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്ന രേഖമാണ് യോഹന്നാൻ 3:16. അവർക്ക് വായിച്ചോ, വേഗം വായിച്ചോ. ഡീപിലുണ്ട്, നീ ഡിസ്പ്ലേ അത് വായിച്ചോ. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് അവർ കണ്ടീഷൻ വെച്ചല്ല. നീ വിശുദ്ധനാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ നീ കുലമഹിമുള്ള അല്ലെങ്കിൽ യഹൂദനാണെങ്കിൽ, ഇല്ല, നോ എനി കണ്ടീഷൻ. എന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചുപോകാതെ പ്രാപിക്കേണ്ട ദൈവം തന്റെ ഏകജാതനം നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ മനുഷ്യ മക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അൺകണ്ടീഷണബിൾ ലേഖ. അതാണ് ദൈവസ്നേഹത്തിന്റെ വേറൊരു ഭാഗം. യെശയ്യാ 49:15 വാക്യം. യെശയ്യാ 49:15 എന്താ പറയണേ? അവർക്ക് വായിച്ച വേഗം. നിങ്ങളെ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. നീ പള്ളി പ്രാർത്ഥനക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധനാണെങ്കിൽ, കുലമഹിമുള്ളവരാണെങ്കിൽ, പാരമ്പര്യമായിന്നോ അവിടെ ഒരാളെ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ജെറമ്യായുടെ പുസ്തകം 31-20 വാക്യത്തിലും നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ അത്യുന്നതമാവും കാണുന്നുണ്ട്. അവർക്ക് വായിച്ചു 31-20 വേഗം വായിച്ചോ.
നാല് ക്വാളിറ്റിയാണ് അതിന്. ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അതിരുകളില്ലാത്ത സ്നേഹം. പറഞ്ഞ എല്ലാവരും മിക്കവാറും ഈ ലോകത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹമുള്ള പ്രധാന വ്യത്യാസം, ലോകത്തിന്റെ സ്നേഹത്തിന് അതിരുകളുണ്ട്. എന്തുണ്ട്? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോ കുറെ പുളിയൂർ മാങ്ങ ഉണ്ട്. അപ്പുറത്തെ മറിയാമ്മയുടെ വീട്ടിൽ കുറച്ച് കൊടുത്തു. 2 മാസം കഴിയുമ്പോൾ മറിയാമ്മത വലിയൊരു ചക്ക കൊണ്ടുവന്നുണ്ട്. കിട്ടുന്ന ആഗ്രഹിക്കില്ലയോ? ആഗ്രഹിക്കാൻ നമുക്ക് അർഹതയുണ്ട് അല്ലേ? പിറ്റേ ദിവസം നല്ല മണമുണ്ട്, ഒരു കഷ്ണം മുറിച്ച് സഞ്ചിയില്ല, ആ വരുമ്പോഴുള്ള പങ്ക്. പക്ഷെ നമ്മുടെ വീട്ടിലല്ല, അപ്പുറത്തെ ചെറിയ വീട്ടിലേക്കാ പോയി. വിചാരിച്ചും അടുത്ത ഒട്ടുമുള്ള വീട്ടിൽ അവസാനം തരാനോ. അപ്പൊ പിന്നെ ഇറങ്ങിയതാ അപ്പുറത്തെ വീട്ടിൽ. അപ്പുറത്തെ ആരാണ്? മറിയാമ്മയുടെ വേറൊരു ജെസ്സിയുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ അടുത്ത പ്രാവശ്യമാവും. പിന്നീട് പറഞ്ഞ കണ്ടില്ല, 2 ദിവസമായിട്ട് ഒരു ചുള പോലും തന്നില്ല. പിന്നെ നമ്മള് നാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവരുമ്പോ കൊടുക്കുമോ? അങ്ങനെയാണ് തിന്നണ്ട അല്ലേ? അതേ സ്നേഹമാണ്. അതിലുള്ള സ്നേഹം അത്ര എത്തിയുള്ളെങ്കിൽ നമ്മുടെ ദൈവമക്കളല്ലാന്ന് നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് പ്രത്യേക ആത്മമാണ്. മത്തായി 5:48-46 ഞാൻ വായിക്കണേ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ എന്ത് പ്രത്യേക ആത്മമാണ് നിങ്ങൾക്കുള്ളത്. വിജാതീരും അപ്രകാരം ദൈവത്തെ അറിയാത്തവർ, ആരാധിക്കാത്തവർ അപ്രകാരം ചെയ്യുന്നു. നമ്മളോട് ചോദിച്ച സത്യദൈവത്തെ അറിയുന്നവനും ആരാധിക്കുന്നവനും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നീയും അവനും നമ്മൾ എന്ത് വ്യത്യാസം? ദൈവമക്കളെ, നമ്മുടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കണം. നമ്മളിവിടെ പഴമൊഴിയൊക്കെ പറയും, ഒരു പാലട്ട വഴി അങ്ങോട്ടും അങ്ങനെ ക്രിസ്ത്യാനിയുടെ വഴിക്ക് പാലത്തിന് അങ്ങോട്ട് മാത്രമേ വഴിയുള്ളൂ, ഇങ്ങോട്ടില്ല. വന്നാല് അതാണ് നമ്മുടെ ഈശോ കാണിച്ചത്. ഒരു കണ്ടീഷൻ ഇല്ലാതെ നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അതിരുകളില്ലാത്ത സ്നേഹം. നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ക്ഷമിക്കുന്ന സ്നേഹം. പറഞ്ഞ എല്ലാവരും എവിടെയെല്ലാം കർത്താവിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത ബൈബിളിൽ കുറെ സ്ഥലത്തേക്ക് പറയുന്നുണ്ട്. അവിടെ എല്ലാം ഉയർന്നു നിൽക്കുന്ന സവിശേഷതയാണ് ഏത്? 103-ാം സങ്കീർത്തനം 8-ാം വാക്യം ഉറക്കെ വായിച്ചേൻ. എല്ലാവരും വേഗം വായിച്ചേൻ. ജോയൽ 2:15 എന്താ പറയണേ? 13 അല്ലേ? അവർക്ക് വായിച്ചോ. കുരിശിൽ നമ്മുടെ ഈശോ കാണിച്ച സ്നേഹത്തിന്റെ ഉയർന്ന ഭാവമായിരുന്നു. ലുക്കാ 21:34 വാക്യം. നമ്മളെല്ലാ ധ്യാനത്തിലും നമ്മൾ കണ്ട വിജാതീരും എല്ലാവരും ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരു വചനമാണ്. പിതാവേ, അവർ ചെന്നാണെന്ന് അറിയുന്ന അവരോട് നമ്മുടെ യേശുവിനെ അവർ പീഡിപ്പിച്ചതിന്റെ ഒരു 10,000-ൽ 1 അംശം പോലും ഈ ലോകത്തിൽ ആരും നമ്മളെ പീഡിപ്പിച്ചിട്ടില്ല. ആ യേശുവാണ് നമ്മുടെ ഹൃദയത്തിൽ രാജാവായി നമ്മൾ ആരാധിക്കുന്നെങ്കിൽ, ആ യേശുവിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. കാരണം നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു അപ്പൻ ഒരു നേഴ്സാണ് നിൽക്കുക. നമ്മുടെ മക്കളെ കുറിച്ച് ചില അംബീഷൻസ് വെക്കില്ലേ? എന്റെ മോൻ ഇന്നതാകണം, എന്താ ആഗ്രഹിക്കുക? എന്റെ മോനൊരു ഡോക്ടറാവണം ഇല്ലേ? അല്ലെങ്കിൽ പോലീസുകാരനാണ് നിൽക്കുക. അംബീഷനാണ് എന്റെ മോനൊരു SI ആവണം. ഇങ്ങനെ നമ്മുടെ സ്വർഗീയപ്പൻ തന്റെ മക്കൾ ഈ ലോകത്തിൽ എങ്ങനെ കാണപ്പെടണം എന്ന തന്റെ ഹൃദയവികാരം ബൈബിളിലൂടെ തന്റെ ഹൃദയവികാരം നമ്മളോട് പങ്കുവയ്ക്കുക. അതാണ് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഫിലിപ്പിയർ 4:5 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ കർത്താവ് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും നമ്മളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ക്ഷമാശീലം. നമ്മുടെ ബൈബിളിലെ ഒരു മനോഹാരിത, കുറെ മനോഹാരിതയില്ല, ലോറിനൊപ്പം പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന ആരും അറിയരുതാണ് ബൈബിൾ ഉടനീളം. നീ വലതുകൊണ്ട് ചെയ്യുന്നതാണ് ഇടത് കൈ. നീ ഉപവസിക്കുമ്പോൾ ഭൂമിയായിരിക്കും നല്ല പ്രസന്റ് ആയിരിക്കണം. നീ ഉപവസിക്കുന്ന ആരും, നീ പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാരെ കാണാൻ പന്തിട്ട് പ്രാർത്ഥിക്കരുത്. ഇതെല്ലാം അറിയുന്നതാണ് ഉടനീളം. ഒരു കാര്യം എല്ലാവരും അറിയാൻ പറഞ്ഞു. ഏതാ? ഉറക്കെ പറഞ്ഞ എല്ലാവരും ആത്മശ്രദ്ധ നടത്തി. ആരെങ്കിലും കൊണ്ട് പറയിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ എന്റെ മരുവള് നല്ല ക്ഷമയുള്ളവളാട്ടോ എന്ന് പറയിക്കാത്തിടത്തോളം നമ്മളിപ്പോഴും കുറെ ദൂരത്തിലാണ് ആത്മാനുഗ്രഹത്തിന്റെയും ദൈവപാതയിലും. മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി അവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും. നിങ്ങളുടെ ദാനധർമ്മം എല്ലാവരും അറിയിട്ടെ എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. നീണ്ട പ്രാർത്ഥനകളോ ഉപവാസങ്ങളോ അനുഷ്ഠാനങ്ങളോ ആരും അറിയട്ടെ എന്ന് എഴുതി വെച്ചില്ല നിങ്ങളുടെ ക്ഷമാശീലം. കാരണം നമ്മുടെ കർത്താവ് കർത്താവിന്റെ സ്വഭാവത്തിന്റെ ഉയർന്ന സവിശേഷതയാണ്. അതാണ് കുരിശിൽ കിടക്കമേ 7 മൊഴികളാണ് ഈശോ പറഞ്ഞത്. പക്ഷേ എല്ലാം നമുക്ക്
സത്യവിശ്വാസികൾക്ക് പോട്ടെ, വിചാരത്തിൽ പോരാ അറിയുന്ന വചനാണ്, പിതാവേ അവർ ചെയ്തെന്താണെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമാശീലം. നമ്മുടെ അപ്പന്റെ സ്വരണം അത് നമ്മൾ സാഹിത്യമാക്കണം ദൈവമക്കൾ. അതുകൊണ്ടാണ് 613 കൽപ്പനയുള്ള വിശുദ്ധ ബൈബിളില് ബലിപീഠത്തിൽ നമ്മുടെ അർത്ഥനകളും യാചനകളുമായി കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ, കർത്താവിന്റെ നയനങ്ങൾക്ക് നിന്റെ പ്രാർത്ഥന സുലഭല കാഴ്ചയായി മാറണമെങ്കിൽ, നിന്റെ അർത്ഥനകളും സ്തുതിപ്പോഴും പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അവിടുത്തെ ഹൃദയത്തിന് പരിമള ധൂപം പോലെ സ്വീകാര്യമാകണമെങ്കിൽ ഒരു കണ്ടീഷനെ കർത്താവ് പറഞ്ഞുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണ്ടീഷനാണ്, ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുമായിട്ട്. മത്തായി 5:21 അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ ദൈവമക്കളെ? അല്ലെങ്കിൽ കർത്താവിന് നമ്മുടെ കാഴ്ചകൾ സ്വീകാര്യമാകില്ല. നമ്മുടെ അപ്പന്റെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ സവിശേഷതയാണ്, അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മളുണ്ടാകുന്ന സ്നേഹത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ക്ഷമിക്കുന്ന സ്നേഹം. പറഞ്ഞെല്ലാവരും. നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് സഹിക്കുന്ന സ്നേഹം. പറഞ്ഞെല്ലാവരും. കുരിശിൽ നമ്മൾ കാണുന്ന എന്താ ദൈവമക്കളെ? സഹനമാണ് അല്ലേ? നമ്മുടെ വെളിയുടെ ഈശോ സഹിക്കുന്ന സ്നേഹം കാണിച്ചു. ഇതെല്ലാം മോഡൽ മാതൃക. ഈശോ നമ്മുടെ റോൾ മോഡൽ അല്ലേ? മാതൃക കാണിച്ചു നിന്നിട്ട് ഇതൊക്കെ പറഞ്ഞല്ലോ. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5 മുതൽ താഴേക്കുള്ള 4 മുതൽ വായിച്ചോ. യെശയ്യാ 54 മുതൽ ഉറക്കെ വായിച്ച എല്ലാവരും. നമ്മുടെ അതിക്രമങ്ങൾക്ക് മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങളാൽ ക്ഷതമേൽക്കപ്പെട്ടു, അവന്റെ മേൽ ശിക്ഷ നമുക്ക്, അവന്റെ ക്ഷതത്താൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം ആളുകളെ വഴുതി സ്വന്തം വഴിക്ക് പോയി, എന്നാൽ നമ്മുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ മേൽ അവൻ മർദ്ദിക്കപ്പെടും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിൽ അവൻ ഒരക്ഷരൂടിയാണില്ല. വീണ്ടും പറയാനെ കൊല്ലാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെയും പോലെ അവൻ നമുക്ക് വേണ്ടി മൗനം പാലിച്ചു. ഈ കർത്താവിനാണ് ഹൃദയത്തിൽ രാജാവും ദൈവവുമായിട്ട് ആരാധിക്കുന്നെങ്കിൽ, ഈ കർത്താവിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ, നമ്മളുണ്ടാകേണ്ട സ്നേഹത്തിന്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് സഹിക്കുന്ന സ്നേഹം. പറഞ്ഞെല്ലാവരും. കാരണം അങ്ങനെ സഹിച്ച ഒരു കർത്താവിനെ നമ്മൾ രാജാവായി സ്വീകരിക്കണേ. ആ കർത്താവിന്റെ ആത്മാവാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമാക്കാരിലെ 5-ാം അധ്യായത്തിന്റെ 6, 7, 8 വേഗം വായിച്ചവർക്കം വായിച്ചേ. എന്നാൽ നമ്മൾ വിശുദ്ധരായിരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ശ്രേഷ്ഠ അവസ്ഥയിലായിരിക്കുമ്പോഴല്ല, എന്നാൽ നാം പാപികളായിരിക്കും, നാം ബലഹീനരായിരിക്കും, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളുള്ള തന്റെ സ്നേഹം ദൈവം സഹിക്കുന്ന സ്നേഹം. അത് നമ്മുടെ വിളിയുടെ ഭാഗമാണ്. വെറുതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഈ അവരുടെ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ മാത്രമല്ല. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം ഉറക്കെ വായിച്ച്. ഫിലിപ്പിയർ 1 ഉറക്കെ വായിച്ചില്ല, 29 വായിച്ച എല്ലാവരും. അതിനുവേണ്ടി സഹിക്കാൻ നമ്മൾ, അതിനാണ് നമ്മുടെ ഈ ഓരോ ആത്മീയ കൂട്ടായ്മ വരുമ്പോൾ നാം മറ്റുള്ളവരെ, നമ്മൾ എത്രയാണ് 4 മണിക്ക് ഇറങ്ങുന്നത്, ചിലപ്പോൾ 3 മണിക്ക് ഇറങ്ങണം, സജ്ജയിൽ പോകണം, നമ്മുടെ വണ്ടി കൊണ്ടുപോയി. അപ്പൊ പലരെ മദ്യപാനത്തിലോ ബ്ലൂഫിലിമിലോ ഒക്കെ ആയിരിക്കുന്ന പല ദൈവമക്കളെ കർത്താവിന്റെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി സഹിക്കാൻ തയ്യാറാകണം. നമ്മുടെ ഈ ഓരോ ശുശ്രൂഷകളുടെ ചെലവിലേക്ക് സാമ്പത്തികം അനുവദിക്കുന്നെങ്കിൽ സഹിക്കാൻ തയ്യാറാകണം. നമ്മൾ ഒരുപാട് അമൂല്യമായ സമയങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടില്ലേ? അത് അവർക്ക് മാത്രമുള്ള വിളിയല്ല, എല്ലാ ക്രിസ്ത്യാനിക്കുള്ള വിളിയാണ്. അതിനൊക്കെ സഹനമുണ്ട്. നമ്മുടെ വിളിയുടെ പ്രത്യേകതയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള കൃപ. അത് മാത്രമേ നമുക്ക് അനുഗ്രഹമായി മാറാൻ ഇടയുള്ളൂ. സ്വർഗത്തിൽ കർത്താവിന്റെ അരുമശിഷ്ടനായ യോഹന്നാനല്ലേ സ്വർഗീയ വെളിപാട് പുസ്തകം കിട്ടിയത്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ച് അവസാനം എണ്ണിത്തിട്ടപ്പെടുത്താൻ വരാത്ത സാധിക്കാത്ത വലിയൊരു ജനാവലിയോടെ നിൽക്കും. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അവിടെ കണ്ടൊരു മഹാരാശേഷനോട് ചോദിച്ചു, പ്രഭു ഇവരാരാണ്? ഇവരെങ്ങനെ ഇവിടെ ഇത്രയും വലിയ ദൈവത്തിന്റെ അടുത്ത് എത്രമാത്രം ഉന്നതമായ അവർണ്ണനീയമായ അനുഗ്രഹത്തിന് പാത്രമായത്? അപ്പൊ അവിടെ പറയുന്ന രംഗമുണ്ട്, വായിച്ചേ. ലിപിലുണ്ടല്ലോ, വലിയ ആ സഹനങ്ങളാണ് നമുക്ക് അനുഗ്രഹമായി മാറുക. അവർക്ക് വീണ്ടും വായിച്ചോ. ശേഷമായി അവരാണ് വലിയ കുഞ്ഞാന്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി ദൈവമക്കൾ ആഞ്ഞിരിക്കും. സഹനങ്ങളെല്ലാം നമ്മുടെ സന്തോഷം, അതേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. ഇവിടെയൊക്കെ എത്ര പോണാലും കൂടിയില്ലെങ്കിലും നമ്മൾ പരദേശികളും കൂടാരവാസികളും, അതായത് കയറിയാൽ 70 അല്ലെങ്കിൽ 80. ഇനി നോഹയുടെ പ്രളയത്തിന് മുമ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ 120. ഞാനായിട്ട് കുറയ്ക്കില്ല. നിത്യതയുമായി തുടരണം ചെയ്യുമ്പോൾ എത്ര വലിയമാണ്. അതുകൊണ്ടാണ്
റോമ 8:18 പറയുന്നത്, റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുടരും ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര ആ നിത്യതയുമായി തുടരും ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ എത്രമാത്രം പ്രയാസങ്ങളോ എത്രയോ തൃണതുല്യമാണെന്ന് ചെറുവനായ ഞാനല്ല പരിശുദ്ധാത്മാവ് സർവജ്ഞായ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ അത്യുന്നതമായ അവർണ്ണനീയമായ അനുഗ്രഹത്തിനെ പാത്രമാക്കുന്നത് ഈ ലോകത്തില് നാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഹിക്കുന്ന സ്നേഹമാണ്. ഏത് സ്നേഹമാണ്? അതല്ലേ നമ്മളിവിടെ കണ്ടത്, വെളിപാട് പുസ്തകത്തിൽ കണ്ടത്. എന്തിനാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കണേ? 2000 വർഷം കിട്ടിയ ഒരു വെളിപാടാണ്. അന്നത്തെ വിശ്വാസികളോട് പറഞ്ഞ് കർത്താവിന്റെ അരിമശിഷ്യനായ യോഹന്നാന് ചാപ്റ്റർ അടയ്ക്കാമോ, ഇതെന്തിനൊക്കെ ബൈബിളിൽ എഴുതി വെക്കണേ? അതിന്റെ മറുപടിയാണ് 1 കൊരിന്ത്യർ 10:11. വായിച്ചോ, ലിപിലില്ല, ഡിസ്പ്ലേയിൽ വായിച്ചോ. എന്തിനാണ് ഈ 2000, 3000, 4000 വർഷം മുമ്പുള്ള ഓരോ കാര്യങ്ങൾ ദൈവത്തിനെ ബൈബിളിൽ എഴുതി വെക്കണേ? അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം ബൈബിളിലൂടെ എന്റെ മക്കളെ പറഞ്ഞു തരിക. അതാണ് 1 കൊരിന്ത്യർ ദൈവമക്കളെ 10-ാം അധ്യായം 11-ാം വാക്യം അവർക്ക് വായിച്ചോ. ആ തിട്ടപ്പെടുത്താൻ പറ്റാത്ത വലിയ ജനാവലി കർത്താവിന്റെ നിത്യ അനുഗ്രഹത്തിന് പാത്രമായത് ഈ ജഡത്തിൽ അവർ സഹിക്കുന്ന സ്നേഹം പ്രകടമാക്കി. നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ 3ാമത്തെ ക്വാളിറ്റിയാണ്, അല്ലെ മക്കളായ നമ്മളോട് 3ാമത്തെ ക്വാളിറ്റി. ദൈവമക്കളെ ഇതൊക്കെ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഇന്നോട്ടുണ്ടാവണം. സഹിക്കാൻ തയ്യാറാകണം. നമ്മൾ സുഖിക്കാനുള്ള വിളി ഇന്നിപ്പോ 4ാമത്തെ ശുശ്രൂഷ. എത്രാമത്തെയാണ്? എന്റെ ഇടയ്ക്ക് പനി ചുമതല കഴിഞ്ഞത് 2:30 മണി. അല്ലായിരുന്നു 2:30 മണി. ഇനി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നും കേട്ടാ ലാസ്റ്റ് ആണത്. ഇനി വേറെ വിളിച്ചാൽ ഞാൻ പോവും, ഇനി പോവും. ഒരിക്കലും ഞാൻ നോ പറയില്ല. കാരണം നമ്മുടെ വിളി സഹിക്കാനുള്ള വിളിയാണ്. ദൈവം അതാണ് എണ്ണിത്തിട്ട നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന്റെ 4ാമത്തെ ക്വാളിറ്റിയാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്ന സ്നേഹം. പറഞ്ഞെല്ലാവരും പറഞ്ഞെല്ലാവരും നമ്മളെല്ലാം ദൈവത്തിന്റെ ആരാണെന്ന് പറഞ്ഞേ. നമ്മുടെ എന്ത് കണ്ടിട്ടാ ദൈവം തന്നെ മക്കളാക്കി മാറ്റിയേ? പണം കണ്ടിട്ടാണോ? പഠിപ്പ് കണ്ടിട്ടാണോ? സൗന്ദര്യം കണ്ടിട്ട്? നമ്മുടെ എന്താണ് പറയാ, പാരമ്പര്യം കണ്ടിട്ടാണോ? മുക്രി എന്ന് പറഞ്ഞറിയോ നിങ്ങൾക്ക്? സുറിയാനി ക്രിസ്ത്യാനിയുടെ ഷോർട്ട് ഫോം ആണെന്ന്. മലങ്കര ക്രിസ്ത്യാനിയുടെ ഷോർട്ട് ഫോം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ദൈവമക്കളെ, നമ്മളത് കണ്ടിട്ടൊക്കെയാണോ ദൈവം നമ്മളെ മക്കളാക്കി മാറ്റിയത്? രാവിലെ ചിലർക്കൊക്കെ അത് ഗണിച്ചെടുത്തു തോന്നുന്നു. ദൈവമക്കളെ, നമ്മളൊന്നും കണ്ടിട്ടല്ല. അപ്പാന്ന് പറഞ്ഞു, അപ്പാന്ന് വിളിച്ചു മക്കളെ എന്ന് പറഞ്ഞ് അവിടുന്ന് മാറോട് ചേർത്തു. ഞാൻ നിങ്ങളുമായിരിക്കും അവസ്ഥയിൽ തന്റെ മക്കളായി നമ്മളെ മാറ്റിയെങ്കിൽ നാം ഇടപെടുന്ന ഭയങ്കരകള് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇല്ലോസിന്റെ രൂപത്തിലായിരിക്കാം, ജീവിത പങ്കാളി രൂപത്തിലായിരിക്കാം, അയൽവക്കക്കാരന്റെ രൂപത്തിലോ മേലധികാരം ജോലിക്കാരന്റെയോ നാം ഇടപെടുന്ന മേഖലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ന്യൂനതകളും പോരായ്മകളും കുറവുകളുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ കുറവുകളോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പന്റെ സ്നേഹത്തിന് 4ാമത്തെ ക്വാളിറ്റി ദൈവമക്കളായി നമ്മളുണ്ടാക്കിയ 2 തന്നെയാണ്. അതാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ. അവിടെയൊക്കെ നമ്മള് ഒരു ബാരിക്കേഡ്സ് വെക്കാണ്. ഇന്നാള് വേണ്ട, ഇന്നാള് വേണം. നോ, ബാരിക്കേഡ്. ഈശോയെ പറഞ്ഞ മൊത്തം ഏതാണ്? യോഹന്നാൻ 6:37. അവർക്ക് വായിച്ചില്ലേ? അവർക്ക് വായിച്ചെല്ലാവരും. എന്റെ അടുക്കൽ വരുന്ന ഒരുവനെ ഞാൻ അവിടെ കണ്ടീഷൻ വെച്ചറില്ല. പാപിനായ മറിയമെന്നു അവളെ മാറോട് ചേർത്തു. ഒത്തി കൊടുക്കുന്ന യോദാസ് അവനെ മാറോട് ചേർത്തു. തള്ളി പറയുന്ന പത്രോസ് അവനെ മാറോട് ചേർത്തു. ചുങ്കക്കാരൻ മത്തായി അവനെ ഒരാളും തള്ളിക്കറിയാത്ത അതേടയിൽ ആളുകൾ ചേർ എല്ലാവരും ഓടിപ്പോയി. അവര് മാറോട് ചേർത്തു. ദൈവമക്കളെ, എന്റെ അരികിൽ വരുന്ന ഒരുവനെ തള്ളിക്കളയില്ല. നാം ഇടപെടുന്ന ഭയങ്കരയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരും ഉണ്ടായിരിക്കും. അവരും ദൈവത്തിന്റെ മക്കളാണ്. അവരെ കുറവുകളോട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന്റെ 4ാമത്തെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ അപ്പന്റെ സ്നേഹം 4ാമത്തെ ക്വാളിറ്റി ആയിരിക്കുന്ന അവസ്ഥയിൽ. അതല്ലേ യേശയ്യാ 1:18 ഉറക്കെ വായിച്ച? യേശയ്യാ 1:18 ഉറക്കെ വായിച്ച എല്ലാവരും. അതുകൊണ്ടാണ് യോഹന്നാൻ 13:14 ഉറക്കെ വായിച്ച എല്ലാവരും. അപ്പൊ ഈ 4 ക്വാളിറ്റിയുടെ സ്നേഹം നമ്മൾ ഉണ്ടാവണം. ഒന്നുകൂടി പറയാം, ഏതൊക്കെയാണ്?
അതിരുകളില്ലാത്ത സ്നേഹം, പിന്നെ അടുത്തത് ക്ഷമിക്കുന്ന സ്നേഹം, അടുത്തത് സഹിക്കുന്ന സ്നേഹം, അടുത്തതാണ് ഈ 4 ക്വാളിറ്റിയുടെ സ്നേഹം നമ്മൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ ആത്മാവിന്റെ മറ്റ് 8 ഫലങ്ങളും തന്നെത്താനുണ്ടാവും. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ഞാൻ ഒരു ഓയിൽ കമ്പനി ജോലിക്കാരനാണല്ലോ. ഞങ്ങൾ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഒരു ചെളിയുടെ ഒരു മിശ്രിതം പോലെ ഇരിക്കാറ്. അതിൽ മൂന്ന് മിക്സിംഗ് ഉണ്ട്, മൈന്യൂട്ട് മിക്സികൾ വരെ ഉണ്ട്. ഏതൊക്കെയാണ്? കടലിലെ വെള്ളം ഉണ്ടാവും, പിന്നെ LP ഗ്യാസ് ഉണ്ടാവും, പിന്നെ ക്രൂഡ് ഓയിൽ പെട്രോളുള്ള ഇതുണ്ടാവും. അത് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ ശരിക്കും ഡീസലും പെട്രോളും ഉണ്ടാക്കാനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് വേറെ കാര്യങ്ങൾ വരും. പെട്രോൾ ജെല്ലി അതിൻ്റെ പ്രൊഡക്റ്റാണ്, മണ്ണെണ്ണ അതിൻ്റെ പ്രൊഡക്റ്റാണ്. അത് നമ്മൾ ഡീസലും പെട്രോളും ഉണ്ടാക്കാനാണ് റിഫൈനറിൽ വിടുന്നത്. പക്ഷേ വേറെ കുറെ സാധനം അതിന് പറയുന്ന പേരാണ് ബൈ പ്രൊഡക്റ്റ്. പലരാലും ഏറ്റവും വേസ്റ്റ് ആണ് എന്ത്? നമ്മുടെ ടാമ്പർ എന്ന് പറയില്ലേ ദൈവമക്കളെ എന്ന് പറഞ്ഞ പോലെ ഈ 4 ക്വാളിറ്റിയുള്ള സ്നേഹം നമ്മൾ പുറപ്പെടുവിച്ചാൽ മറ്റ് 8 ഫലങ്ങൾ തന്നെത്താനുണ്ടാവും. ആത്മാവിന്റെ അടുത്ത ഫലമാണ് ആനന്ദം. പറഞ്ഞെല്ലാവരും മറിയത്തിന്റെ കാര്യം നമുക്ക് എടുക്കാം. മറിയം പരിശുദ്ധ നിറഞ്ഞ ഈ 4 ക്വാളിറ്റിയുള്ള സ്നേഹം നിറഞ്ഞു. അതിന് മറിയം പരിശുദ്ധ നിറയാൻ മറിയ ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കാ 1:38 അവിടെ പറയാണ്, മറിയം പറയുന്നത് ഇതാ കർത്താവിന്റെ. ഉടനെ മറിയത്തിൽ പരിശുദ്ധ പറഞ്ഞു. മറിയത്തിന്റെ നമ്മളൊക്കെ ഹൃദയത്തിലാണ് പരിശുദ്ധ. മറിയത്തിന് മാത്രം ഹൃദയത്തിലും ഉദരത്തിലും പരിശുദ്ധ. നമ്മുടെ ഭാഷ, മനുഷ്യന്റെ ഭാഷ പറഞ്ഞ മറിയം പരിശുദ്ധാത്മാവിനെ യേശുവിനെ. പിന്നെ ലൂക്കാ 1:38 ഈ സംഭവം നടക്കുന്നത്. 39 എന്താ കാണുന്നത്? ഈ ഗർഭിണിയായ മറിയം പിന്നെ ചെയ്യുന്നത്, അവൾ യൂദായിലുള്ള മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ ഡിസ്പ്ലേ ചെയ്തോ. അവർക്ക് വായിച്ച എല്ലാവരും 38 കഴിഞ്ഞു. 39 വായിച്ചേ എല്ലാവരും വായിച്ചവർക്ക് വായിച്ചോ. ലൂക്കാ 1:39 കഴിഞ്ഞു. എവിടേക്കാ യാത്ര പുറപ്പെട്ടെ? നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭിണികളായ തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെട്ടെ. എവിടേക്കാ? അവിടെ ഡോക്ടറെ കാണാനാണ് പോയത് മറിയം. പിന്നെ എന്തിനാ പോയത്? ശുശ്രൂഷ ചെയ്യാൻ അല്ലേ? കാരണം ഈ 26 തൊട്ട് 38 വരെ മാനായിട്ട് സംഭാഷണം കുറെ ഒരു കാര്യം കിട്ടി. ഇളമ ഗർഭിണിയാണ്. ഇവിടെ 14-15 വയസ്സുള്ള സംഭവം നടക്കണേ. ഇത് താങ്കളുടെ കപ്പാസിറ്റി ഒന്നുമില്ല. തന്റെ വേദന നിസ്സാരമായിക്കൊണ്ട് ഇളയമ 60 വയസ്സായതാ. അതിന് താങ്കാനൊന്നും കപ്പാസിറ്റി 6 മാസം നാം മാലാവ് പറഞ്ഞേ. അവിടെ ബെഡ് റെസ്റ്റ് എടുക്കാനല്ല പോയത്, ഡോക്ടറെ കാണാനല്ല. പിന്നെ എന്തിനാണ്? അത് ഏത് സ്നേഹം? 4 ക്വാളിറ്റിയുടെ സ്നേഹം നമ്മൾ പഠിച്ചു. ഏത് സ്നേഹമാണ് അവിടെ പ്രാവർത്തികമാക്കിയത്? ഏത് ക്വാളിറ്റിയാണ്? സഹിക്കുന്ന സ്നേഹം. പറഞ്ഞ എല്ലാവരും. ഉടനെ സെക്രട്ടറി വീട്ടിലെത്തി. ലൂക്ക 1:40 വായിച്ച എല്ലാവരും ഉറക്കെ വായിച്ച്. അവൾ സെക്രട്ടറി വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു ദുഃഖം കൊണ്ടാവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ രണ്ടാമത്തെ ഫലം എന്താണ്? ആനന്ദം, സന്തോഷം ഉണ്ടായത് കണ്ടോ? ആദ്യത്തെ ഫലം പുറപ്പെടുവിക്കാൻ രണ്ടാമത്തെ ബൈ പ്രൊഡക്റ്റ് തന്നെ. അടുത്ത വാക്യം എന്താണ്? എലിസബത്ത് അവർക്ക് പറഞ്ഞേ വായിച്ചോട് 42-ാം വാക്യം. എലിസബത്ത് ഉദ്ഘോഷിച്ചു എന്നാണ് പ്രൊക്ലെയിം. ആത്മാവിൽ നിന്ന് പ്രവചിച്ചു. എന്താ പ്രവചിച്ചത്? സ്ത്രീകളിൽ നീ മറിയത്തെ നോക്കി സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞ ആരാണ്? എലിസബത്ത് അല്ല. പ്രസന്റ്ലി ഷീ കൺട്രോളിംഗ് ഹോളി സ്പിരിറ്റ്. അതല്ലേ നമ്മൾ നിറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു വരിയല്ലേ? അടുത്ത വാക്യം വായിച്ചോ. ലൂക്കാ 1:43 നിന്റെ ഉദരഫലം. അടുത്ത വാക്യം എന്താണ്? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം. അടുത്ത വാക്യം എന്താണ്? ഇതാ നിന്റെ അഭിവാദനസ്വരം എന്റെ ചെവിയിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിലെ ശിശു. അപ്പൊ നേരത്തെ തുള്ളിച്ചാടി ദുഃഖം കൊണ്ടല്ലായിരുന്നു. പിന്നെന്തുകൊണ്ടാണ്? മനസ്സിലായോ? അപ്പൊ ഈ സഹിക്കുന്ന സ്നേഹമാണ്. ഈ ഗ്രേഡ് ക്വാളിറ്റിയുള്ള സ്നേഹം പ്രവർത്തിച്ചോ ഉടനെ അതിന്റെ ബൈ പ്രൊഡക്റ്റായി മറ്റെല്ലാം വരും. അപ്പൊ നമ്മളിപ്പോഴും സന്തോഷമുള്ളവരാണ്. എന്താകണം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷം ഉണ്ടാകണം കേട്ടോ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4:4 വേഗം വായിച്ച് ഉറക്കെ വായിച്ച എല്ലാവരും. ഞാൻ വീണ്ടും നിങ്ങളോട് നിങ്ങൾ എപ്പോഴും 5:16 വായിച്ച വേഗം. 4:13 വായിച്ച. അപ്പൊ ദൈവാത്മാവ് നമ്മിൽ നയിക്കുന്നെങ്കിൽ അതിന്റെ ഒരു അടയാളമാണ് ആത്മാവിന്റെ ആദ്യത്തെ സ്നേഹം. സ്നേഹത്തിന് 4 ക്വാളിറ്റി അത് കഴിഞ്ഞു. ഇനി സന്തോഷം.
ഇനി അതിന് ഏറ്റവും അമൂല്യമായ ഒരു ഉപദേശം ചെറിയ ഞാനല്ല പരിശുദ്ധാൻ പറയുന്നതാണ്. ദൈവമക്കളെ, തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായം 6-ാം വാക്യം ഓർക്ക വായിച്ചെല്ലാവരും. അപ്പൊ ഉള്ളത് കൊണ്ട് സന്തോഷത്തിന്റെ നശിപ്പിക്കാതെ ദുഃഖം കൊണ്ടുവരും, നല്ല സന്തോഷം ഇല്ലാതാക്കുന്ന പ്രധാന കാരണം നമ്മുടെ അത്യാഗ്രഹമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഈശോ പറയണേ കേട്ടോ. അപ്പൊ തൃപ്തിപ്പെട്ടാൽ മാത്രം പോലെ അതിനോട് നന്ദി പറയുക. ആത്മാവിന്റെ 3-ാമത്തെ ബലമാണ് സമാധാനം. പറഞ്ഞെല്ലാവരും. ഈശോ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം തന്നത് എന്താണ്? നമ്മളെല്ലാ ക്രിസ്മസിന്റെ സമയത്ത് ഉറക്കെ പാടാറും പറയാറുണ്ട്. എന്താ? അത്യുന്നതങ്ങളിൽ പിന്നെ എന്താണ്? ദൈവകൃപ. നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നതാണ്. അങ്ങനെയല്ല ബൈബിളില്. എന്താണ്? മനുഷ്യൻ നൽകിയ കൃപയാണ്. മനോഹരമായ ഗാനം. അഭിഷേകത്താൽ എന്റെ കണ്ണു നിറഞ്ഞു. ദൈവമക്കളെ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ദൈവം തന്ന അത്യുന്നതമായ കൃപയാണ് യേശു ക്രിസ്തു. പറഞ്ഞെല്ലാവരും. ആരുടെ ഹൃദയത്തിൽ, ആരുടെ ഭവനത്തിൽ യേശു ക്രിസ്തു ഉണ്ടോ അവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. നമ്മൾ സമാധാനമുള്ളവരാകണമെങ്കിൽ യേശു ക്രിസ്തു നമ്മൾ ഉണ്ടാകണം. യേശു ക്രിസ്തു നമ്മൾ ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തു വസിക്കാൻ യോഗ്യമായ അവസ്ഥ നമ്മുടെ ഹൃദയമാകണം, അല്ലെങ്കിൽ ഭവനം ഉണ്ടാകണം. ഈശോയ്ക്ക് വസിക്കാൻ യോഗ്യമാക്കുന്ന ഏകാവസ്ഥ പാപം മാത്രമാണ്. ദൈവം യേശു മനുഷ്യകുലത്തിന് അവതരിച്ചപ്പോൾ ആദ്യം നൽകിയ സന്ദേശം എന്താണ്? സമാധാനമാണ്. അത് അവസാനം നൽകിയത് തന്നെയാണ്. അവസാനത്തെ 3-ാമത്തെ പ്രത്യക്ഷപ്പെടലിനെ ലൂക്ക 24-ാം അധ്യായത്തില് വളരെ വ്യക്തമായി 35-ാം വാക്യം ലൂക്ക 25 അവസാനം നൽകിയാണ്. ആദ്യം അവിടെ വന്നിട്ട് പറയാം, ഞാൻ നിങ്ങൾക്ക് ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്നത് ശാശ്വത സമാധാനം. അപ്പൊ നമ്മളെപ്പോഴും സമാധാനമുള്ളവരാകണം. പോരാ, സമാധാന ദാതാക്കളായി മാറും. പറഞ്ഞെല്ലാവരും. നമ്മൾ ആരോടെങ്കിലും വർത്താനം പറഞ്ഞാൽ അവർക്ക് ഒരു കംഫർട്ട് വേണം. പിന്നെ അതൊരാള് എന്നോട് പറയുന്നത് ഞാൻ കൗൺസിലിൽ പോയി, കൗൺസിലിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആകെ. ധ്യാനകേന്ദ്രത്തിന്റെ കൗൺസിലർ കുറെ ദശാംശം ഇത്രയും കൊടുത്തില്ല, അതുകൊണ്ട് ശാപകര കുറെ തരത്തില് ഒരുപാട് ഡിസ്റ്റർ. അതല്ല ക്രിസ്ത്യാനിറ്റി. നാം സമാധാനം ഉള്ളവരാണ്. നമ്മൾ ഉണ്ടെങ്കിലേ വേറെ ആൾ കൊടുക്കാൻ പറ്റുള്ളൂ. സമാധാനം ഉള്ളവരാകണം, സമാധാന ദാതാക്കളായി മാറണം. സമാധാനം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു അടയാളമാണ്. പരിശുദ്ധാത്മാവിന്റെ അടുത്ത അടയാളമാണ് ക്ഷമ. പറഞ്ഞെല്ലാവരും. ദൈവമക്കളെ, ക്ഷമ വളരെ പ്രധാനം. തിമോഥെയോസിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ന്റെ ഏതാ വാക്യം? 2-ാം വാക്യം അല്ലെ? 24-ാം വാക്യം അവർക്ക് വായിച്ചാൽ, കർത്താവിന്റെ ദാസൻ കലഹപ്രിയൻ. അടുത്ത ഫലമാണ് ദയ. പറഞ്ഞെല്ലാവരും. സങ്കീർത്തനം 41:1 ദരിദ്രരോട് ദയ തോന്നുവൻ കഷ്ടതയുടെ നാളിൽ കർത്താവിനെ. കർത്താവ് എപ്പോഴും അനുകമ്പയുള്ളവനാണ്. കർത്താവിന്റെ അരിയിൽ വന്ന എല്ലാ മനുഷ്യരും അവിടത്തേക്ക് എന്ത് തോന്നി എന്ന് പറയണേ അല്ലെ? മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം 2-ാം വാക്യം ഓർക്ക വായിച്ചെല്ലാവരും. അതെ. അപ്പൊ ഇപ്പോഴും നമ്മള് ദയുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് ദയ തോന്നാം. മറ്റുള്ളവരോട് എപ്പോഴും. ദൈവമക്കളെ, ആരാ നമ്മിൽ നിന്ന് ദയ അർഹിക്കുന്നറിയോ? ആരെങ്കിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടാണ് നമ്മൾക്ക് എന്ത് തോന്നേണ്ടത്? ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ഭർത്താവ് ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ നീ കൊടുക്കുന്ന ചായ കയ്യിലുമുണ്ട്, അതിന് സ്നേഹം, പരിചരണം. അവൻ നിന്റെ മുമ്പിൽ ദരിദ്രനാണ്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഭാര്യ അവളുടെ മാതാപിതാക്കന്മാരൊക്കെ ഉപേക്ഷിച്ച് അവളുടെ സർവ്വം നിനക്ക് വേണ്ടി സമർപ്പിച്ച നിന്റെ ഭാര്യ നിന്റെ മുമ്പിൽ ആരാണ്? നിന്റെ കുഞ്ഞുമക്കള്, നമ്മുടെ കീഴ്ജോലിക്കാര്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വളർത്തുമൃഗങ്ങള്. ആരെങ്കിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ ആരാണ്? അതാണ് ദരിദ്രരോട് ദയ തോന്നുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. പിച്ചക്കാരെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ ഗാന ശുശ്രൂഷ നടത്തുന്നു, നിങ്ങളെല്ലാവരും ഇവരുടെ നിന്ന് വരുന്ന ഗാനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കാണ്. ഒരു വളരെ ഒരുക്കത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കണം ചെയ്യേണ്ടത്. കാരണം അവർ നിങ്ങളുടെ മുമ്പിൽ ആ കാര്യത്തിന് ദാഹിക്കുന്നു, അല്ലെങ്കിൽ ദരിദ്രം അനുഭവിക്കുന്നു. ഇപ്പൊ ഞാൻ വചനം പറയാണ്, നിങ്ങൾ എന്റെ മുമ്പിൽ ഈ വചനത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. ഞാനവിടെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കുറെ എന്റെ വീരഗാനം പറഞ്ഞാൽ പോരാ. എന്ത് പറയണം? വചനം പറയണം. അല്ല, വചന ശുശ്രൂഷ അതല്ല ഉണ്ടാവട്ടെ. ദൈവം അതാണ്. ആരെങ്കിലും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നോ അവരോട് നമ്മൾ ദയോടെ വർദ്ധിക്കുക. അതാണ് ദയ എന്ന പുണ്യത്തിന്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ അടുത്ത പുണ്യമാണ് നന്മ. പറഞ്ഞെല്ലാവരും. നമ്മളെപ്പോഴും എല്ലാവരുടെയും നന്മ കാണണം. മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ നന്മ കാണണം. പറഞ്ഞെല്ലാവരും.
നമ്മുടെ ഇന്ന് മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഒരു 100 നന്മയുണ്ട്, 1-2 കുറവ്. ശരിക്കും കുറവല്ല, നമ്മൾ കമ്പാരിസൺ ആണ്, കുറവല്ല. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണ്. ബിക്കോസ് വി ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിന് നന്മ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പശുവിന് വിഷം ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല ഒന്നാന്തരം പാലുണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിവസം വെച്ചാൽ കുറെ ബാക്ടീരിയ പ്രവർത്തിച്ച് അത് തൈരായി മാറും. രണ്ടാമത്തെ ദിവസം വെച്ചാൽ ഈ ബാക്ടീരിയ ചത്തതായി മാറും, വിഷമായി മാറും. പശു വിഷം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? ദൈവത്തിന് നല്ലതാണ്. നമ്മുടെ ജീവിത രീതിയിലൂടെ ഒരുപാട് പൊട്ടയായി നമ്മൾ മാറിയിട്ടുണ്ടാവും. അതേ മക്കളെ, നമ്മൾ ഏറ്റവും നമ്മുടെ നന്മ കാണണം. എന്നാലും സ്വന്തം ഒരു ഉദാഹരണത്തിനൊരു 5 അടി 4 ഇഞ്ചുള്ള ഒരാൾ, അയാൾക്ക് ഭയങ്കര സങ്കടം. അയാൾക്ക് എന്താണ്? ഉയരം കുറവാണ്. ഇയാൾ വല്ല ഇന്തോനേഷ്യയിലോ അല്ലെ തായ്ലാൻഡിലോ പോയാൽ അവിടെ ഭയങ്കര ഉയരക്കാരനാണ്. കാരണം എന്താ? അവിടെ എല്ലാം 4 അടിക്കാരാണ്. അപ്പൊ 5 അടിയിലെ 4 ഇഞ്ചുകാരൻ എന്തായി മാറി? മനസ്സിലായ? അല്ലെ ഒരാള് ഒരു 20 നിറവണം നിൽക്കാം തോന്നുന്നു. എനിക്ക് ഭംഗിയില്ലല്ലോ. ഇദ്ദേഹമല്ല ആഫ്രിക്കയിൽ പോയ അവിടെയൊക്കെ ഈ നടക്കാരാ ഓക്കെ. അപ്പൊ ഈ 200 ആൾ എന്താണ്? ഭയങ്കര വെളുത്തായി മാറി. ഓൺലി കമ്പാരിസൺ ആണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം നല്ലതാണ്. വി ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദൈവത്തിന് 139 സങ്കീർത്തനം 13 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചില്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്റെ വിരലുകളാണ് നിന്നെ രൂപം നൽകിയത്. എപ്പോഴും നമ്മുടെ നന്മ കാണണം. എത്ര പേര് കാഴ്ചയില്ലാത്തവര്, കേൾവില്ലാത്തവര്, സംസാര ശക്തി ഇല്ലാത്തവര്, കുഞ്ഞുമക്കളില്ലാത്തവര്. ദൈവമക്കളെ, നമ്മുടെ നന്മ കാണാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ നന്മ കാണാൻ പറ്റിയാലേ മറ്റൊരാളുടെ നന്മ കാണാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അത് വേണം. പരിശുദ്ധാത്മാവിന്റെ ഉള്ള ഒരു അടയാളമാണ് നന്മ എന്ന ഫലം. പരിശുദ്ധാത്മാവിന്റെ അടുത്ത ഫലമാണ് വിശ്വസ്തത. പറഞ്ഞാൽ ആര് കാണാൻ ഒരുപാട് തെറ്റ് ചെയ്യാൻ നമുക്ക് കർത്താവ് കാണാതെ ചെയ്യാൻ പറ്റുമോ? ഉണ്ടല്ലോ. എല്ലാവരും ജോലി മേഖലയിൽ വാങ്ങുന്ന ശമ്പളത്തിന് ന്യായമായി ജോലി ചെയ്തിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ ആത്മീയ ജീവിതത്തില് പ്രാർത്ഥിക്കുമ്പോൾ കുർബാന എല്ലാത്തിനോടും നീതി, വിശ്വസ്തത പാലിക്കണം. അത് ആത്മാവിന്റെ നിറവുള്ള ഒരു അടയാളമാണ്. അടുത്താണ് സൗമ്യത. പറഞ്ഞെല്ലാവരും കർത്താവിന്റെ ദേശം ഒരിക്കലും ഈശോ നമുക്ക് കാണിച്ചത് മാതൃകതാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ച്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമാണെന്നുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ അപ്പൊ അത് ഏത് മാതൃക ഈശോ കാണിച്ചത്? സൗമ്യത മാതൃകയാണ്. അതുകൊണ്ട് യെശയ്യാ 51-ന്റെ 7-ാം വാക്യം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാണ്, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്തു, എങ്കിലും അവൻ ഒരക്ഷരം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും അതിന് മുമ്പിൽ ചെമ്മരയാണ്. അവൻ നമുക്ക് വേണ്ടി മൗനം. എല്ലാം സൗമ്യതയുടെ പുണ്യങ്ങളാണ്. ആ ക്രിസ്തുവിനാണ് കർത്താവായി നമ്മൾ പൂജിക്കുന്നെങ്കിൽ, ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മളുണ്ടാകേണ്ട ഒരു ഫലമാണ് സൗമ്യത. പറഞ്ഞെല്ലാവരും ആത്മാവിന്റെ അടുത്ത ഫലമാണ് ആത്മനിയന്ത്രണം. പറഞ്ഞെല്ലാവരും ആത്മനിയന്ത്രണം. എപ്പോഴും നമ്മള് പല ധ്യാനങ്ങളും പല തീരുമാനങ്ങളൊക്കെ എടുക്കും. ദിവസങ്ങളോ മണിക്കൂറുകളോ ആഴ്ചകളോ കഴിയുമ്പോൾ അതെല്ലാം വിട്ടുപോകുന്ന അവസ്ഥ. കർത്താവ് പറയണം, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ അവസാനം വരെ പിടിച്ചു നിൽക്കണം. മത്തായി 24:13 വായിച്ചാൽ അവസാനം വരെ. നമ്മളെ നോക്കി പരിശുദ്ധാത്മ പറയാണ്, ഒരാഴ്ചയോ 2 ആഴ്ച പിടിച്ചെന്ന് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ പോകുമ്പോൾ നമ്മളെ കുറിച്ച് പരിശുദ്ധാത്മ പറയാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം വാക്യം, നായ ഛർദ്ദിച്ചത് നിങ്ങൾ തന്നെ വായിച്ചു, ഞാൻ പറയില്ല. ദൈവമക്കളെ, അപ്പൊ ഇതൊക്കെയാണ് ഈ 9 ഫലം. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. അവയ്ക്കെതിരായിട്ട് അപ്പൊ ഈ 9 ഫലം നമ്മൾ ഉണ്ടെങ്കിൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ ഫലങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം കേട്ടോ. ഇനി വിടുതൽ പ്രാർത്ഥനയാണ്. 4 മേഖലയിൽ വിടുതലുണ്ടാവും. ഓരോ വിടുതൽ കഴിയുമ്പോൾ നമ്മൾ കരങ്ങളുയർത്തി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന നമ്മൾ യാചന പ്രാർത്ഥനയല്ല. പിന്നെ ഏത് പ്രാർത്ഥനയാണ്? ദൈവ മക്കളാണെന്നുള്ള അധികാരത്തിന്റെ അവകാശത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ആ ബോധ്യത്തിൽ വേണം, ദൈവമക്കളാണെന്ന ആ ബോധ്യത്തിലാണ്, അധികാരത്തിലായിരിക്കും ഈ പ്രാർത്ഥന ചെയ്യേണ്ടത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കുറച്ചു നേരം വിടുതൽ പ്രാർത്ഥന നടത്താം. എല്ലാവരും ഏറ്റിരുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുന്ന് ഏക ദൈവമാണെന്ന്, ഏക രക്ഷകനാണെന്ന്, ഏക കർത്താവാണെന്ന് എന്റെ ഉത്തമ ബോധ്യത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പാപത്തെയും സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും പൂർണ്ണ മനസ്സോടെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, ഞാനോ എന്റെ മാതാപിതാക്കന്മാരോ എന്റെ പൂർവികരോ എന്റെ സഹോദരങ്ങളോ എന്റെ കുടുംബാംഗങ്ങളോ എന്റെ ജീവിത പങ്കാളിയോ
എന്റെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ അങ്ങയുടെ തിരുമുമ്പിൽ വാക്കാലും പ്രവൃത്തികളാലും ചിന്തകളാലും അറിഞ്ഞും അറിയാതെയും തടക്കദോഷങ്ങളാൽ ബലഹീനതകളാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയോട്ട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണല്ലോ അങ്ങേ കുരിശ് തറയ്ക്കുവാൻ ഇടയാക്കിയത്. പാപം ചെയ്ത് അങ്ങേ വേദനിപ്പിച്ച ഓരോ സന്ദർഭങ്ങളെയോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപക്കരകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുവല്ലോ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമേ, എന്റെ തലച്ചോറിനെ, എന്റെ ഓർമ്മകളെ, എന്റെ ഭാവനകളെ, എന്റെ ബോധ മനസ്സിനെ, എന്റെ ഉപബോധ മനസ്സിനെ, എന്റെ അബോധ മനസ്സിനെ, എന്റെ ഇന്ദ്രിയങ്ങളെ, എന്റെ മനസാക്ഷികളെ, എന്റെ ആന്തരിക അവസ്ഥകളെ, എന്റെ അവയവങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ. എല്ലാ പാപമാലിന്യവും അതിന്റെ ഉടയവനായ സാത്താന്റെ സ്വാധീനങ്ങളും യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ എന്നിൽ നിന്ന്, എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. പഴക്കദോഷങ്ങൾ, ബലഹീനതകൾ, ഭക്തിരാഹിത്യങ്ങൾ, വിശ്വാസരാഹിത്യങ്ങൾ, കുടുംബ പ്രാർത്ഥന ഇല്ലായ്മ, വിശുദ്ധ കുർബാനയോട്, വിശുദ്ധ സംസാരത്തോട് താല്പര്യമില്ലായ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തമേ, ഞങ്ങളെ, ഇവിടെയില്ലാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഈ കൂട്ടായ്മയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരെ, അവരുടെ കുടുംബങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി തിരുരക്തത്താൽ കഴുകപ്പെടാൻ പ്രാർത്ഥിക്കാൻ നമുക്ക്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. പരിശുദ്ധ രക്തത്താൽ ഈ സമൂഹം കഴുകപ്പെടട്ടെ. എല്ലാ തഴക്ക ദോഷം യേശുവിന്റെ നാമത്തിൽ ഭക്തി രാഗിന്റെ വിട്ടുപോകട്ടെ കർത്താവേ. വിശ്വാസ രാഗിന്റെ വിട്ടുപോകട്ടെ കർത്താവേ. പരിശുദ്ധ രക്തത്തിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. എല്ലാ ബലഹീനതകളും വിട്ടുപോകട്ടെ. എല്ലാ പൈശാചികളും വിട്ടുപോകട്ടെ. ശക്തിയുടെ പ്രവർത്തനങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളോട് ചേർന്ന് നാലുപേരെ പാട്ട് പാടി അഭിഷേകത്താൽ നിറയാം. വർണ്ണേ 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 റോഹ വർണ്ണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാ ദുരാത്മ പീഡകൾ നിർവീര്യമാകാൻ പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ചെയ്യുന്ന കർത്താവായ യേശുവേ, ആരെങ്കിലും ഞങ്ങൾക്കെതിരായി, ഞങ്ങൾക്കുള്ളവർക്കെതിരായി, ഞങ്ങൾക്കുള്ളവയ്ക്കെതിരായി ആഭിചാരങ്ങളോ ഗൂഢോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ക്ഷുദ്രവേദകളോ അന്യ ദൈവ ആരാധനകളോ എതിർ പ്രാർത്ഥനകളോ എതിർ പൂജകളോ കൈവശങ്ങളോ ഞങ്ങളുടെ തകർച്ചയും പരാജയവും ദുഃഖവും നാശവും നഷ്ടവും കാക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ആഭിചാര പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങളും എന്നേക്കുമായും ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾക്കുള്ളവരിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. കർത്താവേ, ആമോദിസയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഒരു അധികാരമാണല്ലോ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. ഇതാ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഈ അധികാരത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഭവനത്തിൽ തകർച്ചകളും രോഗങ്ങളും ദുശീലങ്ങളും കടക്കദോഷങ്ങളും ഭക്തിരാഹിത്യവും വിശ്വാസരാഹിത്യവും വിട്ടുമാറാത്ത കടബാധ്യതകളും രോഗപീഠകളും കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മ പീഡകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കുമായും പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾക്കുള്ളവരിൽ നിന്ന് ഞങ്ങളുടെ കുരിശിലേക്ക് നിർവീര്യമായി പോകട്ടെ. കർത്താവേ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ പരാജയങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും നഷ്ടങ്ങളും പാപങ്ങളും കാക്ഷിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മ പീഡകളും എന്നേക്കുമായും പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന്, ഞങ്ങൾക്കുള്ളവരിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോ ഞങ്ങളുടെ പൂർവികരോ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഭവനങ്ങളുടെ, പുരയിടങ്ങളുടെ, വാഹനങ്ങളുടെ, സ്ഥാപനങ്ങളുടെ പഴയ ഉടമസ്ഥരോ പഴയ അവസ്ഥകളോ വഴി ഏതെങ്കിലും അനുഗ്രഹ തടസ്സങ്ങൾ കടന്നു വരികയോ കുടികൊള്ളുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവയെല്ലാം നിർവീര്യമാകട്ടെ. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. എന്തെന്നാൽ കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണല്ലോ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ അനുഗ്രഹ തടസ്സങ്ങൾ നിർവീര്യമായി പോകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാനുള്ള, നല്ല വിവാഹം നടക്കുവാൻ, നല്ല പഠനങ്ങൾ ലഭിക്കുവാൻ, പഠിക്കുവാൻ നല്ല അഡ്മിഷൻ ലഭിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുപോകട്ടെ. എത്ര പണം കിട്ടിയാലും തികയാത്ത അവസ്ഥകൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. മാറി മാറി വരുന്ന രോഗപീഠകൾ അതിന്റെ മൂല കാരണത്തിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാരോട്
മക്കൾക്ക് അനുസരണമില്ലായ്മ, സഭയുടെ ആത്മീയ ശ്രേഷ്ഠരോട് ബഹുമാനമില്ലായ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. എല്ലാ അരിഷ്ടതകളും തടക്കദോഷങ്ങളും, മൊബൈലിനോട് അമിതമായ ആസക്തികൾ, തെറ്റായ പ്രേമബന്ധങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി പോട്ടെ. കർത്താവേ, വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നുമുണ്ടായിരിക്കില്ല. ആ തിരുവചനം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ വാഹനങ്ങളുടെ മേൽ, ഞങ്ങളുടെ പര്യടങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. വെളിപാട് 23-22-ന്റെ 3-ാം വാക്യത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഞങ്ങളുടെ കർത്താവേ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യം 17-ാം വാക്യത്തിൽ അവിടെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിക്കുകയും ചെയ്തു. ഈ വചനത്തിന്റെ അത്യുന്നതമായ വിടുതലിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ ബലഹീനതകൾ, ദാമ്പത്യ അകർച്ചകൾ, തെറ്റിദ്ധാരണകൾ, തഴക്കദോഷങ്ങൾ നിർവീര്യമാവട്ടെ. ഞങ്ങൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ രോഗപീഠകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടട്ടെ. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഞങ്ങളുടെ കർത്താവേ, അവൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പാടുപെടലുകളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ഭവനത്തിലുള്ള, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലുള്ള, ഞങ്ങളുടെ വാഹനങ്ങളിലുള്ള എല്ലാ രോഗപീഠകളും കേടുകളും നിർവീര്യമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യം, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല, നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണല്ലോ അവൻ ചുമന്നത്. അവിടുന്ന് ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തതിന്റെ യോഗ്യതയാൽ ഞങ്ങളിലുള്ള, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആന്തരികമാകട്ടെ, എല്ലാ വേദനകളും ദുഃഖങ്ങളും നിർവീര്യമാകട്ടെ. കർത്താവേ, 107-ാം സങ്കീർത്തനം 19-20 വാക്യത്തിൽ അവിടുന്ന് ഇങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. ഓരോ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ സ്വീകരിക്കുന്ന വചനമായ യേശുക്രിസ്തുവിന്റെ യോഗ്യതയാൽ എല്ലാ ബന്ധനങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അങ്ങനെ എല്ലാ ഫലങ്ങളാലും, വരങ്ങളാലും, ദാനങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തൃപാദത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയിലൂടെ
സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇരു കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ വരദാനം വരട്ടെ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വയലുകളെ ഏറെയാണ് അരൾ ചെയ്തവനെ വേലക്കാർ അരൾ ചെയ്തേ. അങ്ങനെ വയല് വേലക്കാരായി മാറട്ടെ, വയല് വചന പ്രഘോഷകരായി മാറട്ടെ. കർത്താവേ, രോഗശാന്തി വരം ലഭിക്കട്ടെ. കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാനുള്ള വരം ലഭിക്കട്ടെ. കർത്താവേ, കൊറോണയോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ക്രമ ലഭിക്കട്ടെ. കർത്താവേ, എല്ലാവരോടും ക്ഷമിക്കാനുള്ള ക്രമ ലഭിക്കട്ടെ. കർത്താവേ, ആയിരിക്കുന്ന ഉൾക്കൊള്ളാൻ വരം ലഭിക്കട്ടെ. വർണ്ണേ 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 പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന എല്ലാ ബന്ധനങ്ങളും സാമൂഹ്യോളം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിറവേറുവാട്ടെ. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.